എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ബബ്ബ കണ്ടുവന്നത് ഫ്രഷ് ആയിട്ട് വന്ന് റിവ്യൂ പറഞ്ഞതാണ്. സോ വളരെ സ്കെപ്റ്റിക്കായിരുന്നു ശരിക്കും വെച്ചാൽ ഈ പടം കാണുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെയാവും, ഇതെന്താ അവസ്ഥയാവും എന്നുള്ളൊരു ഭയം തന്നെയായിരുന്നു ശരിക്കും. ബട്ട് ഫൈനലി ഈ പടം കണ്ടപ്പോൾ മനസ്സിലായി ഇറ്റ്സ് എ ഫൺ, മൈൻഡ്ലെസ്, നോ ലോജിക് ഫാൻ ബോയ് പടം വിത്ത് ലോട്ട് ഓഫ് റെഫറൻസ്. അതാണ് ശരിക്കും ഈ പടം വളരെ വളരെ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ചിരിച്ച് ആൾക്കാരോടൊപ്പം നല്ലതായിട്ട് ചിരിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് നിന്ന് കാണാൻ പറ്റിയ നല്ല സൂപ്പർ പടമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ഈ പടത്തിന് ഓഫ് കുറേ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ബട്ട് ഈ പടം വാസ് അടിപൊളിയായിരുന്നു. ഒരു രീതിയിലും ഈ പടത്തിന് എനിക്ക് നെഗറ്റീവ് രീതിയിൽ കാണാനുള്ള ഒരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ശരിക്കും എൻജോയ് ചെയ്ത് ഒരു കമ്മ്യൂണൽ വ്യൂവിന് പറ്റിയ ഒരു ഫാൻ ബോയ് പടമാണ് ശരിക്കും പറഞ്ഞത്. എത്ര നാളായി ശരിക്കും ഇത്രയും ചിരിച്ചിട്ട് ഇത്ര സന്തോഷമായിട്ട് കാണാൻ പറ്റിയൊരു പടം. ഇങ്ങനെ ഒരു പടം, ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു പടം ഈയിടയ്ക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്രയും വളരെ മികച്ചതായിട്ട് ഒരു റെഫറൻസുകളോടെ തന്നെ ശരിക്കും ഇത്രയും നാളും നമ്മൾ കണ്ട മലയാള സിനിമയിലെ നമുക്കിഷ്ടപ്പെട്ട കുറേ പടങ്ങളിലെ മികച്ച സീനുകൾ കണ്ട് വളർന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന് ശരിക്കും ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ, അതിനെക്കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഒരു കോൾ ബാക്ക് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഐ റിയലി ലവ് ദിസ് ഫിലിം. ആൻഡ് കുറേ നെഗറ്റീവ്സ് ഉണ്ട്, എന്നാലും മെജോറിറ്റി പോസിറ്റീവ്സ് ആണ് ഈ പടത്തിന്. മെജോറിറ്റി എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് പോസിറ്റീവ്സ് ആണ്. ആൻഡ് ദിലീപ് ആൻഡ് മോഹൻലാൽ ആൻഡ് പിന്നെ കുറേ പേരുണ്ട് ആസ് ആക്ടേഴ്സ്. അവരെല്ലാവരുടെയും പ്രസൻസ് ആസ് ആൻ ആക്ടേഴ്സ് എന്ന അവരുടെ രീതിയിൽ അവരുടെ കരിയറിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് റെഫറൻസ് ചെയ്യുക, ഫോർത്ത് വാൾ ബ്രേക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് ഒരു തമിഴ് ആക്ടറിനെ റെഫറൻസ് ചെയ്യുക, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറാണ്. ആൻഡ് ആ ഒരു മാർക്കറ്റിനെ അവർ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ കുറേ ഉണ്ട്. സോ മോസ്റ്റ്ലി റെഫറൻസ് ആണ്. ഈ പടത്തിന് റെഫറൻസ് ചെയ്യുക, ആ പടത്തിന് റെഫറൻസ് ചെയ്യുക. ട്രെയിലറിൽ കണ്ട ശരിക്കും ട്രെയിലറാണ്, ശരിക്കും സിനിമയാണ് യഥാർത്ഥ ഒരു റെഫറൻസ് ഫുൾ ഒരു മൈൻഡ്ലെസ് പടം. ഒരു രീതിയിലും ഞാൻ ഈ പടത്തിനെ എനിക്ക് ഒരിക്കലും നെഗറ്റീവ് പോയിന്റിലേക്ക് കാണാൻ എനിക്കിഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ CID മൂസയുടെ കാറ് കാണിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ടൂണൊക്കെ വെച്ച് അപ്പം ആ ഒരു മോമെൻറ്റ് ശരിക്കും ലിവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പടം കാണുന്നത്. അതുപോലത്തെ എത്രയോ മൊമെൻറ്റ്സ്, എത്രയോ നല്ല അഭിനേതാക്കളുടെ ബെസ്റ്റ് വർക്ക് അവർ വീണ്ടും ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് തരാനാണ് ഈ പടം നമുക്ക് ശരിക്കും തന്നത്. അത് ഐ എം റിയലി ഹാപ്പി ടു സീ ഇറ്റ്. ആൻഡ് വിത്ത് തിയേറ്ററിൽ ശരിക്കും ആ ഒരു വ്യൂ, ആ ഒരു ആൾക്കാരോടൊപ്പം ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അത് അവരും വളരെ രീതിയിൽ സന്തോഷിക്കുക. തൊട്ടടുത്ത് ചേട്ടനൊക്കെ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക. ആൻഡ് ഹിസ് കം ബാക്ക്, ഹി ഡിഡ് എ കം ബാക്ക്. ദിലീപ് കം ബാക്ക് ഈസ് ദിസ് വൺ. ആൻഡ് ജനപ്രിയ നായകൻ ഈസ് ബാക്ക്. പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആസ് ആൻ ആക്ടർ പുള്ളി കുറേയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളി പണ്ടത്തെ കാലത്തെ പോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ആ ഒരു നെഗറ്റീവിനെ കുറേയൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ സംവിധായകൻ നോക്കിയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അവരുടെ പെർഫോമൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ അവരുടെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ അവരുടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓഫ്കോഴ്സ് ഇൻ്റർവ്യൂ സ്റ്റാർ, അതിൻ്റെയൊക്കെ റെഫറൻസ് ഒക്കെ ശരിക്കും അടിപൊളിയായിരുന്നു. അതിൻ്റെ തമാശയൊക്കെ ശരിക്കും സൂപ്പറായിരുന്നു. ആൻഡ് അതെല്ലാം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതൊക്കെ തന്നെയാണ് എൻ്റെ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സ്. ആൻഡ് അതിനെല്ലാം പറഞ്ഞതിന് മുമ്പ് ലാലേട്ടൻ, ഓഫ്കോഴ്സ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യം ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഈസ് പുള്ളി പുള്ളിയുടെ ഒരു ഓറയുണ്ട് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു ഓറ, അതൊക്കെ ശരിക്കും അൺമാച്ച്ഡാണ്. ദിലീപേട്ടനെ വലിയ സൈഡാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ വലിയ കാര്യമല്ല. തമിഴ്നാടൻ സിദ്ധാർത്ഥ പറയാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഈസ് എ രാക്ഷസ നടികർ. ദിലീപേട്ടൻ ഈ ക്യാൻ സ്കോർ അഗെയിൻസ്റ്റ് ദിലീപേട്ടൻ. പക്ഷേ ഒരാൾ ചെയ്തു, അതാണ് ലാലേട്ടൻ. ആൻഡ് ഹീ ഡിഡ് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ ഈ സിനിമക്ക് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ ഒരു കോൺട്രിബ്യൂഷൻ അത് പുള്ളി പടത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കോമഡി ആണെങ്കിലും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഏതൊരു മൂമെൻറ്റും പുള്ളി വരുന്ന സമയത്തെല്ലാനും അതൊരു ഹൈ മൂമെൻ്റ് ആക്കാൻ സംവിധായകൻ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും അത് കാണാനും കഴിയും. അവരുടെ ആ ഒരു ഫാൻ ബോയ്, ആ ഒരു ആഗ്രഹം, ആ ഒരു സന്തോഷം, ആ ഒരു ലാലേട്ടൻ വന്ന് മുണ്ടുമടക്ക് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു അതൊക്കെ സൂപ്പറാണ്. അതൊക്കെ വളരെ നല്ല രീതിയിൽ
ഒരു ഫാൻ ബോയ് ഒരു എക്സൈറ്റ്മെൻറ്റ് അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ പറയാനുള്ള ഓഫ്കോഴ്സ് നെഗറ്റീവ്സ് എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ്, ഈ പടത്തിനെ ബാധിച്ച ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ കുറേ ഹിറ്റ് ആൻഡ് മിസ് സംഭവിച്ചിട്ടുണ്ട്. ചില കുറേ 6 അടിക്കാൻ നോക്കി, പക്ഷേ 6 ആയില്ല, ഡെഡ് ബോൾ ആയിപ്പോയി, 4 ആയിപ്പോയി, അത് 1 റൺ ആയിപ്പോയി. അതേപോലെയാണ് ശരിക്കും ഈ പടത്തെ പറ്റിയത്. കുറേ മാസ് മൂമെൻറ്റ്സും അതെല്ലാനും കുറേയൊക്കെ വർക്ക് ചെയ്തു, ബട്ട് ചില സീനുകളിൽ ആ ഒരു മാസ് മൂമെൻറ്റ്സ് അത്രയും വർക്കായില്ല. ലൈക്ക് വിചാരിച്ചത്ര പഞ്ച് കിട്ടിയില്ല. സോ അതൊക്കെ തന്നെയാണ് ഈ പടത്തിന് ഒരു ഇതാകാൻ പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം അങ്ങ് പറ്റൂല. നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിലും ലോജിക്ക് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ എഴുതിയിട്ടില്ല. തുടക്കത്തിൽ നിന്ന് ചോദിച്ചാണ് നോ ലോജിക്, ഓൺലി മാഡ്നസ്. അത് തന്നെയാണ് ഈ പടം. അത് തന്നെയാണ് ഈ പടം മെജോറിറ്റിയും നോക്കിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഫൺ തന്നെയാണ്. ഈ ഒരു സന്തോഷം തരിക എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ ഫിലിം മേക്കേഴ്സ് നമ്മുടെ കൂടെ വന്ന് നമുക്ക് ഫാൻ ബോയ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ട് അത് തന്നെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കി, അതൊന്നുകൂടി റീഫ്രഷ് ചെയ്യാൻ നോക്കി. ആ ഒരു മെമ്മറി, വാക്ക് ഡൗൺ ദ മെമ്മറി ലൈൻ പോലെ. അതൊക്കെ തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ്സ്. ആൻഡ് ഹിറ്റ് ആൻഡ് മിസ് എന്ന് പറയുന്ന പോലെ അതാണ് നെഗറ്റീവ്. എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറേയൊക്കെ നോക്കും, പക്ഷെ എത്തിയില്ല. കുറേയൊക്കെ തമാശ മെജോറിറ്റി എത്തി, ബട്ട് ചില ഹൈ മൊമെൻറ്റ്സ് അത്ര എത്തിയില്ല. ലൈക്ക് it was a miss, and that's it. And I love this film, and of course OTT-ന് പറ്റിയ ഒരു പടമല്ല ഇത്. തിയേറ്റർ കമ്മ്യൂണൽ വാച്ച്, ഒരു എല്ലാവരും പോയി ആർപ്പ് വിളിച്ച് കാണേണ്ട ഒരു പടമാണ്. ആൻഡ് ഈ പടത്തിന് ഡെഫിനറ്റ്ലി ഒരു സക്സസ് കണ്ടെത്താൻ കഴിയട്ടെ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.